ഒഡീസി കണ്ടു. നോളം പറഞ്ഞ പോലെ തന്നെ ഐമാക്സിൽ കണ്ടു. ബ്രോഡ്വേയിലുള്ള ഐമാക്സിൽ രാവിലെ 8 മണിയുടെ ഷോ ആയിരുന്നു. ആൻഡ് ഈ ഐമാക്സിൻ്റെ ഇഷ്യൂ കുറേ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ആദ്യം പറയാം. കാരണം എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല. ഇതിൻ്റെ ബിറ്റ് റേറ്റ് കുറവായിരിക്കും, അതിന് വന്ന DCP ശരിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ റീസെൻ്റ്ലി 2-3 ദിവസത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രതീക്ഷയിൽ തന്നെ ഞാനും കണ്ടത്. പക്ഷേ എനിക്ക് വേറെ എവിടെ ഒരു പ്രശ്നം തോന്നിയില്ല. എനിക്കറിയില്ല, ലിറ്ററലി എവിടെ ഒരു നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റ് തന്നെയായിരുന്നു. സൗണ്ടും ഗംഭീരം. ഇപ്പോൾ 12 ചാനലല്ല 5.1 ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എനിക്കവിടെ. ഇനി അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസോ ഞാൻ പ്രൊഡക്ഷൻ റൂമിൽ പോയിട്ട് നോക്കിയിട്ടൊന്നുമില്ല. കണ്ട സ്ഥിതിക്ക് എനിക്കൊരു പ്രശ്നം തോന്നിയില്ല ഐമാക്സിൽ. അതുകൊണ്ട് പക്ഷേ ഈ പടം കാണുമ്പോൾ മാക്സിമം ഇതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ ഇത് ഇങ്ങനെ കാണാനായിട്ടാണ് ഈ പടം മൂപ്പരെടുത്തിട്ടുള്ളത്. ഐമാക്സിൽ കാണാൻ പറ്റാത്തവർക്ക് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇത് കണ്ടില്ലെങ്കിൽ മരിച്ചു പോകും, അങ്ങനെ സെറ്റപ്പല്ല. ഐമാക്സിൽ കാണാൻ വേണ്ടിയിട്ട് ഫുള്ളി ഐമാക്സിൽ എടുത്തിട്ടുള്ളൊരു പടമാണ്. സോ അത് അതിൻ്റെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസും ഓഡിബിൾ എക്സ്പീരിയൻസും ഒക്കെ എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും ഐമാക്സിൽ കാണുമ്പോൾ കമ്പയർ ടു നോർമൽ സ്ക്രീൻ. ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആസ്പെക്ട് റേഷ്യോയിലെങ്കിലും വ്യത്യാസം ഉണ്ടാവും. ഇത് നമുക്കിവിടെ മറ്റേ 70mm ഐമാക്സ് ഒന്നും ഇല്ല. ആക്ച്വലി ഇത് 70mm ഫിലിം ക്യാമറ വെച്ചിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡിജിറ്റൽ ഐമാക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഡിജിറ്റൽ ഐമാക്സിൽ കണ്ടു നോക്കുക. നിങ്ങളിപ്പോൾ നോർമൽ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഐമാക്സിൽ ഒന്ന് കണ്ടു നോക്കുക. ആ ഒരു റേഷ്യോയിലുള്ള വ്യത്യാസം ഭയങ്കരമായിട്ട് മനസ്സിലാവും. ഈ ഇതിൻ്റെ ആ ഒരു എപ്പിക് ഗ്രാൻഡിയർ സ്കെയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ പല ഐമാക്സിലെ പടങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഷോർട്ട് ഓൺ ഐമാക്സ് എന്നൊക്കെ പറഞ്ഞ് കാണുന്ന പല സിനിമകളിലും ഐമാക്സ് ചില പോർഷൻ മാത്രമേ ഉള്ളൂ. അതിങ്ങനെ സ്വിച്ച് ചെയ്തൊക്കെയാണ് വരാറ്. ഇത് എൻറ്റയർലി ഐമാക്സിൽ എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു പ്രോപ്പർ ഫീല് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. സോ ഐമാക്സിന് പ്രശ്നമൊന്നുമില്ല. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എപ്പിക് ഇൻ എവറി സ്കെയിൽ ആൻഡ് എവറി ഫ്രെയിം. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല. നോളൻ ഇതിനെപ്പറ്റി കുറേ കോൺട്രവേഴ്സി, അത് കാസ്റ്റിങ് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഈ ഗ്രീക്കുകാരെ കാസ്റ്റ് ചെയ്തിട്ടില്ല, ഗ്രീക്ക് പടമാണ്, മിത്തോളജി പടമാണ്, അതിലെന്തിനാണ് ഇവരെ കൊണ്ട് ചെയ്തത്, ഈ ബ്ലാക്സിനെ കൊണ്ട് വെച്ചു, ഹെൽനോസ് പാട്ടിനെ മിസ്കാസ്റ്റ് ചെയ്തു, മറ്റേ ഇലിയറ്റ് പേജിനെ കൊണ്ട് വെച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തോരം കോൺട്രവേഴ്സി വെച്ചിട്ടാണ് ഈ ഒരു പടം വന്നതെങ്കിലും പടം തുടങ്ങി ആ ഒരു സ്ക്രീനിൽ ഫസ്റ്റ് ഫ്രെയിം വരുമ്പോൾ തൊട്ട് നമ്മൾ പിന്നെ പൊത്തും. പിന്നെ ഒന്നും ആലോചിക്കുക പോലുമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ലിറ്ററലി പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു തിയേറ്ററിൽ. കാരണം ആ ഒരു എല്ലാ ഫ്രെയിമും അങ്ങനെയാണ്. നമ്മളിപ്പോൾ പണ്ട് മറ്റേ ബാഹുബലിയൊക്കെ പറയാറില്ലേ, ബാഹുബലിയുടെ ടൈറ്റിൽ കാർഡ് ക്രെഡിറ്റ് തുടങ്ങിയ അവിടെ പിന്നെ ഞാൻ വായടച്ചാണ്, പിന്നെ വേണ്ടിയിട്ടില്ല. അതേപോലെ നമ്മൾ ഒരു എപ്പിക്ക് നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ ഫസ്റ്റ് ഫ്രെയിമിൽ നമുക്ക് മനസ്സിലാവും ഇതാണ് സാധനം എന്നുള്ളത്. നമുക്കറിയാം, നമുക്ക് എക്സ്പീരിയൻസ് നമുക്ക് തോന്നും നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ആ മോനക്കില്ല സാധനമാണെന്ന് പറഞ്ഞ്. ആ രീതിയിലുള്ള ഒരു എപ്പിക് പ്രൊപ്പോർഷനിലുള്ള എല്ലാ സ്കെയിലും എപ്പിക് പ്രൊപ്പോർഷനുള്ള ഒരു കിഡിലിനായിട്ടാണ് ഹോമറിൻ്റെ ഗ്രീക്ക് മിത്തോളജിന് ബേസ് ആയിട്ടുള്ള സാധനമാണ്. ഇതെന്താണ് ഏതാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോസിലായിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കഥ അറിഞ്ഞിട്ട് പോകുന്നവർക്ക് കുറച്ചും കൂടി ക്യാച്ചപ്പ് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. മീൻസ് ഇതിലെ സ്പോയിലറും കാര്യങ്ങളൊന്നും അല്ല, ഇതെല്ലാവർക്കും ഒട്ടുമിക്ക അറിയുന്ന കഥയായിരിക്കും. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം ഇതിൽ നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് ആണ് പിടിച്ചിട്ടുള്ളത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നോൺ കുറേ പടങ്ങളിൽ നോൺ ലീനിയാരിറ്റി പിടിക്കാറുണ്ട്. നോൺ ലീനിയറിൻ്റെ തന്നെ ഒരു ആശാൻ തന്നെയാണ് മൂപ്പര്. കാരണം അത് വെച്ചിട്ട് നമ്മളെ കുറേ പടത്തിൽ നമ്മളെ നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് വെച്ചിട്ട് ഞെട്ടിച്ചിട്ടുണ്ട്. ഈ ചങ്ങായി ഈ പടത്തിൽ ഈ സാധനം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് പറഞ്ഞു പോകുന്നതെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പല സമയത്തും ബോറടിച്ചാണ്. ഇതിലങ്ങനെയല്ല, ഭയങ്കര നോൺ ലീനിയറായിട്ട് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുള്ളതും ആ ഒരു പെർസ്പെക്റ്റീവ് മാറുന്നതും പോയിൻ്റ് ഓഫ് വ്യൂ മാറുന്നതൊക്കെ അടിപൊളിയായിട്ട് പടത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റോറി ടെല്ലിങ്ങിൽ നോൺ ലീനിയാരിറ്റി വന്നത് ഈ സിനിമ ഭയങ്കര അധികം എൻഗേജിങ് ആക്കുന്നുണ്ടെന്ന് പറയാം. 3 മണിക്കൂറുണ്ട് ലിറ്ററലി ഈ പടം. ഒരു സെക്കൻഡ് പോലും നമുക്ക് ബോറടിക്കില്ല. ഈ നോൺ ലീനിയറിറ്റി കാരണം തന്നെയാണ്. കാരണം ഒരു സാധനം അങ്ങനെ പറഞ്ഞു നിർത്തി ഇത് ബിൽഡ് ചെയ്ത് പോകുന്ന ഒരു സെറ്റപ്പ്, സീനുകളിൽ ഒരു ഇൻറ്റൻസിറ്റി ഇങ്ങനെ കയറി പോകുന്നു. ചില സമയത്ത് നമുക്കറിയാം, നമുക്ക് ഒരു സ്റ്റേജിങ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ചില പടങ്ങൾ ഇങ്ങനെ ട്രാക്കിൽ പോകുന്നത് പോലെ ഈ ട്വിസ്റ്റും ടേൺസൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ഹൈ കിട്ടണമല്ലോ. അങ്ങനത്തെ കിട്ടുന്ന സാധനങ്ങൾ ഈ പറയുന്ന നോൺ ലീനിയാരിറ്റി വെച്ചത് കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്പോയിലറല്ല, ഞാൻ ഈ പടത്തിൽ സ്പോയിലർ ഒന്നും തന്നെ പറയുന്നത്, ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ പറയാം. നോളൻ എടുത്ത ഒഡീസയുടെ എക്സ്പ്ലനേഷൻ ഞാൻ ഇതിനു മുമ്പ് ഒഡീസയുടെ കഥയെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ എടുത്തിട്ടുള്ള ഈ ഒരു പടത്തിന് കംപ്ലീറ്റ് സീൻ ബൈ സീൻ ആയിട്ടുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ തൊട്ടടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം. ഇതിൽ അതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ റെഫറൻസിന് ഫോർ എക്സാമ്പിൾ ഈ ഒരു പടത്തിന് നോൺ ലീനിയാരിറ്റി എത്രത്തോളം ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ടെലിമാക്കസ്, നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ ക്യാരക്ടറുള്ള ഒരു ഇത്താക്ക, ഈ ഒരു മൂപ്പർക്ക് അതിലേക്കാണ് വരേണ്ടത്. ഇത്താക്കിലുള്ള ആൾക്കാരെ കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആഫ്റ്റർ മാത്തായിട്ട് കുറേ കാര്യങ്ങൾ പിന്നീട് കാണിക്കുമ്പോൾ, ഇത് നോൺ ലീനിയറായിട്ട് അവിടെ ഇവിടെ കാണിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരാൾ വന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു സാധനം തോന്നില്ല. നമുക്കൊരു ബിൽഡപ്പ് നമുക്ക് എവിടെ ഫീൽ ചെയ്യില്ല. പക്ഷേ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കണ്ട് ഈ ഒരു 3 മണിക്കൂറിൽ ത്രൂ ഔട്ട് നമ്മൾ ഈ ക്യാരക്ടേഴ്സിനായിട്ട് പരിചയം വന്നു കഴിഞ്ഞിട്ട് അവരിലുണ്ടാവുന്ന
കുറേ മാറ്റങ്ങളും അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കൈയ്യെടുക്കാൻ തോന്നുന്ന രീതിയിലും നമുക്കൊരു ഗൂസ്ബംസ് ഒക്കെ വരുന്ന രീതിയിലാണ് ഈ പടത്തിൽ സ്റ്റേ ചെയ്തിട്ടുള്ളത്. നോൺ ലിനിയർ ആയതുകൊണ്ട്. അതല്ലെങ്കിൽ ഒരുപക്ഷേ ഈ ഒരു ഇമ്പാക്റ്റ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അത് പക്ഷേ പ്രോപ്പറായിട്ട് ഈ സിനിമയിൽ വർക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോൺ ലിനിയാരിറ്റി ഈസ് ടോപ്പ്. അത് അത് അടിപൊളിയായിട്ട് ഈ സിനിമയിൽ പ്രത്യേകിച്ച് അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ്. ഞാൻ ഈ പടത്തിന് കയറുന്നതിന് മുമ്പ് ഇത്രയും വലിയൊരു സാധനമാണ്. അതായത് ഒരു 2 പാർട്ടുള്ള ഒരു വലിയ സ്റ്റോറിയാണ്. ഒരു എപ്പിക് പോയാണ് ഈ സാധനം. ഇലിയഡും ഈ ഒഡീസി എന്ന് പറയുന്നത്. ഈ ഇലിയഡ് നമ്മൾ ട്രോയ് എന്ന് പറഞ്ഞ പടത്തിൽ കണ്ടിട്ടുള്ള ഇവൻസിൻ്റെ ആഫ്റ്റർ മാക്തും അതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ ബ്ലെൻഡ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ കാണിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇങ്ങനെയുടെ ഈ ജേണി, ആ ജേണിയിൽ എല്ലാം കാണിച്ചിട്ടുണ്ടെന്ന് വെച്ചില്ല, കുറേ സാധനങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ പക്ഷേ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ചുരുങ്ങിയ ടൈമിനുള്ളിൽ കുറേ ഇവൻറ്റ്സ്, കുറേ ഐലൻഡ്സ്, കുറേ എക്സ്പ്ലോറേഷൻസ്, കുറേ അഡ്വഞ്ചർ അതിൽ അടിപൊളിയായിട്ട് ഇതിൽ കാണിച്ച് പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആ ഒരു മിനിമൽ ടൈമിൽ അത് പ്രസൻറ്റ് ചെയ്ത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സ്ക്രിപ്റ്റ് അടിപൊളിയാണ്, സ്ക്രീൻ പ്ലേ സെറ്റാണ്, സ്റ്റോറി ടെല്ലിങ്ങിൽ ഈ നോൺ ലീനിയാരിറ്റി ഗംഭീരം. ദെൻ മേക്കിങ്ങിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ അഡ്വഞ്ചർ പടങ്ങൾ കണ്ടിട്ടുണ്ടാവും. നോളൻ്റെ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള ഒട്ടുമിക്ക നമ്മൾ പടങ്ങളും ഒന്നില്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ മോഡിലുള്ളതും, അല്ലെങ്കിൽ ഒരു വാർ ബേസ്ഡ് പടം ഡൺകിർക്ക്, അല്ലെങ്കിൽ കൂടുതലും സൈഫൈ ബേസ്ഡുള്ള സാധനങ്ങൾ, സൈഫൈ അഡ്വഞ്ചർ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. ഒരു നോർമൽ ഒരു ഫാൻറ്റസി അഡ്വഞ്ചർ എന്ന രീതിയിലാണ് ഈ പടം ഫുള്ളായിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. പക്ഷേ ഫാൻറ്റസി അഡ്വഞ്ചറിൽ മറ്റ് ഡയറക്ടേഴ്സ് എടുക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറേ ഗ്രീക്ക് മിത്തോളജിയിലുള്ള കുറേ പടങ്ങളുണ്ട്. മറ്റേ ക്ലാഷ് ഓഫ് ടൈറ്റൻസും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പടങ്ങളുണ്ടല്ലോ. അതിലൊക്കെ ഉള്ള ഒരു ഹൈ എൻഡ് സാധനം ഉണ്ടല്ലോ, ഒരു അതായത് കുറേ CG എലമെൻറ്റ്സ്, കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സ് ഉള്ള ഒരു ഫാൻറ്റസി ഫിൽഡ് വേൾഡ്. ആ ഒരു സെറ്റപ്പ് അല്ല ഇതിൽ. നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് റൂട്ടഡ് ആയിട്ട്, ക്യാരക്ടർ ഓറിയൻറ്റഡ് ആയിട്ട്, ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ കൂടെ നമ്മൾ ക്യാരക്ടേഴ്സിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഫാൻറ്റസി എലമെൻറ്റ്സിന് കൊടുക്കുന്നതിന് പകരം നേരെ റിട്ടേൺ അടിച്ചിട്ട് അങ്ങനെയാണ് ഈ ഒരു പടം ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഗെയിം ഓഫ് ത്രോൺസിനൊക്കെ ട്രീറ്റ്മെൻറ്റ് അതേപോലെ തന്നെ. അങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൽ ഡ്രാഗൺസ് ഇങ്ങനെ പറന്ന് നടക്കുന്നത് ഏത് നേരം കാണിച്ചിട്ട് നമുക്കൊന്നും തോന്നില്ല. ഡ്രാഗൺസ് വരുന്ന സമയത്ത് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് ആ ക്യാരക്ടേഴ്സിനോടൊരു അഫെക്ഷൻ വരുന്നത്. ആ രീതിയിലാണ് ഈ ഒരു പടത്തിലും മാറ്റ് ഡേമൻ്റെ ക്യാരക്ടറിനെ വെച്ചും ഇപ്പോൾ അദീനൊക്കെ ദേവിയാണ്, മറ്റേ സ്യൂസ് ദേവൻ്റെ ആയാലും മോളിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ദേവിയും ദേവരൊക്കെ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് റൂട്ടഡായിട്ട് ഹ്യൂമൻ നേച്ചേഴ്സ് വെച്ചും ഹ്യൂമാനിറ്റി കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു പടം പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പല സമയത്തും ഒരു ഫാൻറ്റസി പടമാണ് കാണുന്നത് ഇത് നമുക്ക് തോന്നു പോലുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ മറ്റേ സിലയും ഈ വണ്ണായിട്ടായിട്ടുള്ള പോളിഫീമസും ഒക്കെ വരുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു കാര്യം മറന്നു പോകും. നമ്മൾ ആക്ച്വലി ഒരു റിയൽ ലൈഫിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെയാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തരുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഇതൊക്കെ ശരിക്കും നടന്നിട്ടുള്ള സാധനം തന്നെയാണെന്ന് അവന് തോന്നാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പടം പ്രസൻറ്റ് ചെയ്തത്. കംപ്ലീറ്റ്ലി ഇത് ഫിക്ഷണലായിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രസൻറ്റേഷനിലെ സ്റ്റൈലാണ് ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ എടുത്തപ്പോൾ, ഇത് നോളൻ എടുത്തപ്പോൾ ഉപരി ഈ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ഡയറക്ടേഴ്സ് ആയിരുന്നെങ്കിൽ ഇത് ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ആക്ഷൻ ബ്ലോക്ക് സാധനമൊക്കെ ആയിട്ട് കാണിച്ചു തരാം. പക്ഷെ അങ്ങനെ അല്ലാതെ ഭയങ്കര അധികം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർ അഡാപ്റ്റേഷൻ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാറ്റ് ഡേമൺ ഉൾപ്പെടെ എല്ലാവരും, മറ്റേ ആനി ഹാത്വേ, എല്ലാവരും നല്ല കിടിലിനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സും ഞാനിപ്പോൾ അത് ഈ ഒരു മിനിമൽ ടൈമിൽ നമുക്കൊരു കണക്റ്റ് ആവുന്നുണ്ട്. ഇവൻ നമ്മുടെ ആർഗോസ് എന്ന് പറഞ്ഞൊരു നായുണ്ട്, യൂറിലോക്കസും മറ്റേ യൂറിക്ലിയ, അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ വളരെ സെലക്റ്റീവായിട്ട് നമുക്ക് മെയിനായിട്ട് കാണിക്കേണ്ട കുറച്ച് ക്യാരക്ടേഴ്സിനെ എടുത്തു വെച്ച് അവർക്കൊക്കെ പ്രോപ്പർ ഇമ്പോർട്ടൻസ് കൊടുത്ത് സീനിലെ സ്റ്റേജിങ്ങും ഒക്കെ തന്നെയാണ് ഈ സിനിമ ഇങ്ങനെ കണക്റ്റാക്കി കൊണ്ടുപോകുന്നത്. ഒരു പക്ഷേ ഈ കഥ അറിയാത്തവർക്ക് ആദ്യം ഇനീഷ്യലി കുറച്ചൊരു തപ്പൽ വരും. പക്ഷേ ഇൻ ട്രാക്കിൽ പോകുന്ന തോറും അത് നമുക്ക് മനസ്സിലായി വരുന്ന രീതിയിലാണ് പടത്തിൽ സ്റ്റേ ചെയ്ത്. ആൻഡ് ടെക്നിക്കൽ സൈഡിൽ ഈ പറഞ്ഞ പോലെ ഞാൻ മൈൻഡിൽ വിചാരിച്ച കുറേ സാധനങ്ങൾ, ഇപ്പോൾ ഈ സില എന്ന് പറയുന്നത് 6 ഹെഡുള്ള ഒരു ഡ്രാഗനാണ്, 6 തലയുള്ള ഒരു മോൺസ്റ്ററാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പണ്ട് പല സ്ഥലത്തും കണ്ടിട്ടുള്ളതും ഒക്കെ ഇതായിട്ട് കുറേ വ്യത്യാസങ്ങൾ നോളൻ ഇതിൽ വരുത്തിയിട്ടുണ്ട്. ഈവൻ നമ്മുടെ ട്രോജൻ ഹോഴ്സ് നമ്മൾ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഭയങ്കര ഹിസ്റ്റോറിക്കലി അത്ര ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ട്രോജൻ ഹോഴ്സ്. ഞാൻ ബ്രോഡ്വേ ഐമാക്സിൽ പോയ സമയത്ത് ഈ പടത്തിന് പോയ സമയത്ത് ഡെത്ത് ബൈ ട്രോജനോ അങ്ങനെ എന്ന് പറഞ്ഞൊരു ഡെസേർട്ട് അവരോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് മേലെ കുതിരേനൊക്കെ കുത്തിയിട്ട് ഒരു ഐസ്ക്രീമാണ്, അതിന് മേലെ കുതിരയുടെ ഒരു ഷേപ്പൊക്കെ വെച്ചിട്ട് ചോക്ലേറ്റൊക്കെ കുത്തിയിട്ട് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനം അത്ര ഫേമസ് ആയിട്ടുള്ളതാണ്. നമ്മൾ മറ്റേ ട്രോയ് പടത്തിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മോഡുലേഷനാണ് മൂപ്പര് ഇതിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെ നോളൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മൂപ്പരുടെ മൈൻഡിലുള്ള ഒഡീസി ഉണ്ടല്ലോ, മൂപ്പരുടെ മൈൻഡിലുള്ള നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പെർസ്പെക്റ്റീവിൽ എന്താണ് കിട്ടുക, ആ സാധനമാണ് മൂപ്പർ കൊണ്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചോദ്യം ചെയ്യപ്പെടാനൊന്നുമില്ല. മൂപ്പർക്ക് ഇഷ്ടമുള്ള കാസ്റ്റിംഗ് വേണമെങ്കിൽ ചെയ്യാം.
ഇപ്പോൾ ബ്ലാക്സിനെ അവിടെ വരുത്താൻ പാടില്ല, ആ ടൈമിൽ ആരുമില്ല, ഇതിൽ ഫുള്ള് ഇംഗ്ലീഷ് ആക്ടേഴ്സാണ്. ഇപ്പോൾ ഞാൻ ഇതിനെ ന്യായീകരിച്ച് പറയുകയല്ല. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ഒഡീസി എടുക്കുകയെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുമല്ലോ ഇങ്ങനെ ആളായിരുന്നെങ്കിൽ. ഞാനിപ്പോൾ അവിടെ കാസ്റ്റ് ചെയ്യുക, എനിക്ക് പെട്ടെന്ന് ഞാൻ ആലോചിക്കുക, ഞാനിപ്പോൾ കാസ്റ്റ് ചെയ്യുക ചിലപ്പോൾ സൂര്യനെ ആയിരിക്കും, എനിക്കിഷ്ടം സൂര്യനാണ്, ഞാൻ ഇയാളെ കണ്ടിട്ടുള്ളൂ, എൻ്റെ പടമാണ്, അപ്പോൾ എനിക്കുള്ള ആളെ കാസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നോളൻ ആ ബുക്ക് വായിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ആടുജീവിതമൊക്കെ കണ്ടിട്ടില്ലേ, ആടുജീവിതത്തിൽ എന്താണ് ബ്ലെസ്സി കണ്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള, ഇമാജിൻ ചെയ്തിട്ടുള്ള ആടുജീവിതം, അതാണ് നമ്മൾ കണ്ടത്. ആ പറഞ്ഞ പോലെ ഇതൊരു അഡാപ്റ്റേഷനാണ്. ആ അഡാപ്റ്റേഷനിൽ മൂപ്പർക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് അതങ്ങനെ മൂപ്പർ ചെയ്തിട്ടുണ്ട്. അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് എല്ലാ ആസ്പെക്റ്റുകളിലും. മൂപ്പർ കുറച്ചും കൂടി ഭയങ്കരധികം ഹ്യൂമനായിട്ട് ഹ്യൂമൻ ഇമോഷൻസിന് കുറേ പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് ഈ പടത്തിട്ടത്. പക്ഷേ അവിടെ ഞാൻ വിട്ടുപോകുന്നു വിചാരിച്ചത് ഈ പടം ലാഗ് ആവുന്നതാണ്. പല സമയത്തും നമ്മൾ ഡ്രാഗ് ഏൽപ്പിച്ച് കൊണ്ടുപോകുന്നതാണ്. പട്ടാന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പടം പോകുന്നത്. ഒരു സെക്കൻഡ് പോലും ഡ്രാഗ് ഇല്ലാതെ 3 മണിക്കൂർ അവർ എപ്പിക് അഡ്വഞ്ചറിൽ നമ്മളിങ്ങനെ എൻഗേജ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു മിത്തിക്കൽ സാധനങ്ങളൊക്കെ കുറേ ഒഴിവാക്കി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒഡീസിയസിൻ്റെ ഒരു ബോട്ട് സ്പ്ലിറ്റ് ആവും. ഞാൻ കഥയിലുള്ള സാധനമാണ്, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് പറയാം. ഈ സ്പ്ലിറ്റ് ആവുന്ന ആക്ച്വലി മിത്തോളജി അനുസരിച്ച് സ്യൂസിൻ്റെ ഈ ലൈറ്റ്നിങ് തണ്ടർ ബോൾട്ട് ഉണ്ടല്ലോ, മറ്റേ ലൈറ്റ്നിങ് ബോൾട്ട് ഓഫ് സ്യൂസ് എന്ന് പറയില്ല, നമ്മളിപ്പോൾ വാട്സപ്പിലൊക്കെ മറ്റേ സ്റ്റിക്കറില്ലേ ഒരു സെഡ് ആയിട്ട് ഈ സാധനം എറിഞ്ഞിട്ട് പൊട്ടുന്നൊക്കെ ആയിട്ടാണ്. പക്ഷേ ഞാൻ പറയില്ല, ആളുടെ അഡാപ്റ്റേഷനായിട്ട് ഇതിപ്പോൾ അത് അറിഞ്ഞിട്ട് അത് കാര്യമൊന്നുമില്ല, പക്ഷേ അതിനെ അങ്ങനെ മാറ്റിയിട്ടൊക്കെയാണ് മൂപ്പർ എടുത്തിട്ടുള്ളത്. സോ ഈ രീതിക്ക് നല്ലൊരു അഡാപ്റ്റേഷൻ തന്നെയാണ്. ആൻഡ് ടെക്നിക്കൽ സൈഡിൽ ഈ പറഞ്ഞ പോലെ വിഷ്വൽ ക്വാളിറ്റിക്ക് അപ്പുറം ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ഈസ് ടോപ്പ് നോച്ച്. ഇതിലാണ് ലുഡ്വിഗ് ഹാരിസൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറേ സൗണ്ട് ഡിസൈൻസ് ഒക്കെ ഇതിൽ കേൾക്കും, കുറേ സൗണ്ട് എഫക്ട്സ് ഒക്കെ ഇതിൽ കേൾക്കാൻ പറ്റും. അങ്ങനത്തെ ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻ സാധനങ്ങളൊക്കെ കണ്ടാൽ അറിയാം ഇവർ എങ്ങനെയാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളതെന്ന്. നമ്മൾ ആ ഒരു ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതല്ല പ്രോപ്പറായിട്ട് ഈ പടത്തിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. സൗണ്ട് ഡിസൈൻ ഈസ് ടോപ്പ് നോച്ച്. വിഷ്വലി എനിക്ക് ചില സമയത്ത് ചില പ്രശ്നങ്ങൾ തോന്നിയിട്ടുള്ളത് എനിക്കിപ്പോൾ പ്രിൻറ്റിൻ്റെ ഇഷ്യൂ ആണോ അത് പ്രിൻറ്റിൻ്റെ ഇഷ്യൂ അല്ല, എടുത്ത സമയത്ത് ഒരു ഫോക്കസ് ഔട്ട് ആവുന്ന കുറേ പരിപാടിയുണ്ട്. ഈ ക്യാമറ ഹോയ്റ്റുമോ ഇതിൽ ക്യാമറ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരാൾ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് മറ്റാൾ ബ്ലറാക്കുക, ആ ഒരു പരിപാടി ഇവർ പിടിച്ചിട്ടുണ്ട്. അത് ചില നേരത്തൊക്കെ അത് ഭയങ്കര കംപ്ലീറ്റ്ലി ബ്ലർഡ് ഔട്ട് ആവുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ സെൻഡേയും മാറ്റ് ഡേമണും കൂടി നടന്നു വരുന്ന സീക്വൻസ് ഉണ്ട്, നടന്നു വരുന്ന പാൻ ചെയ്ത് വരുന്ന സമയത്തൊക്കെ ഡബിൾ ഫോക്കസ് വരാൻ ചില നേരത്ത് ക്യാമറയ്ക്ക് പറ്റുന്നില്ല. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അത് മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ചില നേരത്ത് കംപ്ലീറ്റ്ലി ഫോക്കസ് ഔട്ടായി പോയുള്ള കുറേ സീനുകളുണ്ട് സിനിമയിൽ. അതൊരു ഇഷ്യൂ ആയിരുന്നു. അത് മാത്രമാണ് എനിക്ക് പടത്തിൽ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എവറിത്തിങ് വാസ് പെർഫെക്റ്റ്. വൺസ് ഇൻ എ വേയിൽ നമുക്ക് ഇങ്ങനത്തെ സാധനം കിട്ടുള്ളൂ. മാക്സിമം അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. അതും നിങ്ങൾക്ക് പറ്റാവുന്ന ഏറ്റവും വലിയ പ്രീമിയം ലാർജ് ഫോർമാറ്റിലൊക്കെ നിങ്ങൾക്കിപ്പോൾ ഐമാക്സ് പറ്റിയില്ലെങ്കിൽ നമുക്ക് എപ്പിക് സ്ക്രീനുകളുണ്ട്, ഈ ഡോൾബി സ്ക്രീനുകളൊക്കെ തന്നെ എപ്പിക്കിലൊക്കെ ഇത് കാണുന്നത് ആ ഒരു ആസ്പെക്ട് റേഷ്യോ കറക്റ്റായിട്ട് വരണം. എന്നാൽ മാത്രം ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ സാധനങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളിപ്പോൾ നോർമൽ സ്ക്രീനിൽ കാണുമ്പോൾ ഇവർ ഈ ഗ്രീക്കുകാരുടെയൊക്കെ തന്നെ ഇതിൻ്റെ മറ്റേ ഹെൽമെറ്റിൽ ഈ സാധനമുണ്ട്. ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ചെറുതായി വരും. ഇത് 70 mm കാണുമ്പോൾ നമുക്ക് ഫുള്ള് കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് ഇവരുടെ കണ്ണ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ അങ്ങനത്തെ കുറേ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു എപ്പിക് സീനുകൾ നമുക്ക് പല സമയത്തും മിസ് ഔട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത്. നിങ്ങൾ നോർമൽ സ്ക്രീനിൽ കണ്ടാലും അതിനേക്കാൾ വലിയ ലാർജ് ഫോർമാറ്റ് സ്ക്രീനുകളിൽ മാക്സിമം കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഒഡീസി. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ടുപോകുക. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഐറ്റം ഫോർ അഡ്വഞ്ചർ മൂവി ലവേഴ്സ് ആൻഡ് എല്ലാ നോളൻ ഫാൻസിനും. ഇതിന് ഇനീഷ്യലി വന്ന റിവ്യൂസൊക്കെ വളരെ മോശമായിരുന്നു, എന്താ എനിക്കറിയില്ല. ഫോർ മീ ഇറ്റ് വാസ് സോ ഗുഡ്. തീർച്ചയായിട്ടും കണ്ടുപോകുക. ഒരു മസ്റ്റ് വാച്ച് ഐറ്റം തന്നെയാണ്. കണ്ടവരുണ്ടെങ്കിൽ സിനിമയ്ക്കുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തൊട്ടടുത്ത വീഡിയോ തന്നെ ഇടാം. സോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.